ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേയിൽ കാർ യാത്രക്കാരായ കുടുംബത്തിന് നേരെ അതിക്രമം. കാറിലുണ്ടായിരുന്ന യുവാവിനെ കാറിൽ നിന്ന് വലിച്ചിഴച്ച് തല്ലിച്ചതച്ചു. വാഹനാപകടത്തെ തുടർന്നുണ്ടായ തർക്കമാണ് ഹൈവേയിൽ വെച്ചുള്ള അതിക്രമത്തിൽ കലാശിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേയിൽ മധുര മേഖലയിൽ ഞായറാഴ്ച രാത്രിയായിരുന്നു ആക്രമണം. ഭാര്യയും കുട്ടികളുമൊത്ത് യാത്ര ചെയ്തിരുന്ന യുവാവിനു നേരെയാണ് യുവാക്കളുടെ സംഘം ക്രൂരമായ അതിക്രമം അഴിച്ചുവിട്ടത്. ബംഗളൂരുവിലേക്ക് വരികയായിരുന്ന വാഹനങ്ങൾ ശ്രീരംഗപട്ടണ ടോൾ ഗേറ്റിന് സമീപം വെച്ച് പരസ്പരം തട്ടിയതാണ് ആക്രമണത്തിൽ കലാശിച്ചത്. അപകടത്തിന് ശേഷം ഇരുവിഭാഗവും യാത്ര തുടർന്നുവെങ്കിലും തങ്ങളുടെ വാഹനത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചതായി ബോധ്യപ്പെട്ട പ്രതികൾ കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ പിന്തുടരുകയായിരുന്നു. ഹൈവേയിലൂടെ കടന്നുപോയ മറ്റൊരു വാഹനത്തിലെ ഡാഷ് ക്യാമറയിലാണ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പൂർണ്ണമായും പതിഞ്ഞത്. നീല നിറത്തിലുള്ള മാരുതി ഓൾട്ടോ കാറിന് മുന്നിൽ വാഹനം നിർത്തി ഒരു സംഘം യുവാക്കൾ തടഞ്ഞു നിർത്തുകയായിരുന്നു. പിന്നാലെ കാർ ഓടിച്ചിരുന്നയാളെ കാറിൽ നിന്ന് വലിച്ചിഴച്ച് തല്ലിച്ചതയ്ക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന സ്ത്രീ പുറത്തിറങ്ങി അക്രമികളോട് കൈകൂപ്പി അപേക്ഷിച്ചെങ്കിലും അക്രമി സംഘം ചെവികൊണ്ടില്ല. യുവാവിന് ഇരുമ്പുവടി പോലുള്ള മാരകായുധം ഉപയോഗിച്ചും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് സ്ഥലത്തുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ ഇടപെട്ടാണ് അക്രമികളെ പിടിച്ചുമാറ്റിയത്. ഹാസൻ RTOയ്ക്ക് കീഴിലുള്ള വാഹനത്തിലെത്തിയ യുവാക്കളാണ് ആക്രമണം നടത്തിയത്. തിരക്കേറിയ ഹൈവേയിൽ ഒരു കുടുംബത്തിനു നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടും പോലീസ് ഇതുവരെ പ്രതികരിച്ചില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.